ഹായ് ഫോക്സ്. സോ ഇതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ കമൻസിലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുവാണ്. ഇതൊരു സ്റ്റഡി വീഡിയോ അല്ല, ഇത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന ഒരുപാട് നമ്മുടെ ചാനൽ എങ്ങനെ ഫോളോ ചെയ്യണമെന്നുള്ള ഡൗട്ട്സും അതേപോലെ നമ്മുടെ ഏതൊക്കെ വീഡിയോസാണ് വാച്ച് ചെയ്യേണ്ടത്, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും, നമ്മളിത് ഫോറക്സ് ആണോ ചെയ്യുന്നത് അതോ ഇത് എന്താ സംഭവം, ഇത് ഗോൾഡിൽ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. സോ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ക്ലിയർ ചെയ്യുന്നത്. സോ തുടക്കം തന്നെ നമുക്ക് ആ ഒരു പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ക്ലിയർ ചെയ്യാം. ഇത് ഫോറക്സ് ആണോ എന്നായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫോറക്സ് ആണോ എന്ന് ചോദിച്ചാൽ ലൈക്ക് ഇപ്പം നമ്മൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ഫോറക്സ് അല്ല, പക്ഷേ ഈ സെയിം ആപ്ലിക്കേഷൻസ് ഈ ഒരു സെയിം കോൺസെപ്റ്റ്സ് നമുക്ക് ഫോറക്സിൽ വർക്കാവും. ഫോറക്സിൽ നിന്നാണ് ആക്ച്വലി ഇത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നത്. എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇൻഡെക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡിലും ഇത് ഉറപ്പായിട്ടും വർക്കാവും. ഗോൾഡിലെ കുറച്ച് ടൈമിങ്സിന് ചേഞ്ച് ഉണ്ട്, ബാക്കിയെല്ലാം വെച്ച് നോക്കി ഗോൾഡിനും വർക്കാവും. ഫോറക്സിന് എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്വിച്ച് ചെയ്തതെന്ന് വെച്ചാൽ ഫോറക്സിലെ ട്രേഡിങ് ഭയങ്കര ശോകമായിരുന്നു 2025-ലും 2024-ലും. അതുകൊണ്ടാണ് ഞങ്ങൾ 2024-ലും മൊത്തത്തിൽ സ്വിച്ച് ചെയ്ത് നമ്മുടെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലോട്ട് വന്നത്. സോ ഫോറക്സിലും ട്രേഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നവരുണ്ട്, അതേപോലെ ഗോൾഡും ട്രേഡ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ലൈക്ക് ഞങ്ങളുടെ കോൺസെപ്റ്റ്സ് റിവോൾവ് ചെയ്യുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ പെട്ടെന്ന് ട്രേഡ് എടുത്ത് പെട്ടെന്ന് എക്സിറ്റ് അടിച്ചു നമുക്ക് പെട്ടെന്നൊരു ലൈക്ക് മാർക്കറ്റിൽ ഇൻ ആൻഡ് ഔട്ട് പെട്ടെന്ന് നമ്മൾ കൂടുതൽ ടൈം ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന തോറും നമുക്ക് വെറുതെ നമ്മുടെ ഇമോഷണൽ സ്ട്രെസ്സും നമ്മുടെ മെന്റൽ ക്യാപിറ്റൽ, നമ്മുടെ ക്യാപിറ്റൽ ഒന്നാമത്തെ കാര്യം മാർക്കറ്റിലാണ്, പോലെ തന്നെ നമ്മുടെ മൈൻഡും മാർക്കറ്റിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ വളരെ ചുരുക്കാനായിട്ടാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം 2026-ൽ വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റ് നാസ്ഡാക്ക് ആണ്. US 100, നാസ്ഡാക്ക് 100, അല്ലെങ്കിൽ US-ൽ 2 ഇൻഡെക്സ് ആണ്, SMP ഉണ്ട്, നാസ്ഡാക്ക് ഉണ്ട്. മൂന്നാമത്തെ YM എന്നുണ്ട്, ഡോ ജോൺസൺസ്. പക്ഷെ നമ്മൾ SMP 500-ന്റെ ഇ മിനി നാസ്ഡാക്ക് ആയിട്ടുള്ള ഇ മിനി SMP-യും നാസ്ഡാക്കിന്റെ ഇ മിനി കോൺട്രാക്ട് ആയിട്ടുള്ള ഇ മിനി നാസ്ഡാക്കുമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെക്കുറിച്ചായിരിക്കും മെജോറിറ്റി നമ്മുടെ ചാനൽസിലെ വീഡിയോസ്. ഗോൾഡിന് വേണ്ടി ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോറക്സിന് നമുക്ക് അത്യാവശ്യം ഫോറക്സിന്റെ ആവശ്യപ്പെട്ടുള്ള വ്യൂവേഴ്സിന് വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഫോറക്സിന്റെ എന്താ പറയുക, ഫോറക്സിന്റെ ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ രണ്ടാമത് വന്നൊരു കമന്റ് ആണ്, നമ്മൾ ടൈം ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നു കിൽ സോൾസിനെ പറ്റിയും അതേപോലെ സെഷൻസിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് ചോദിച്ചു. അപ്പം ഒരിക്കലും അല്ല. ടൈം ബേസ്ഡ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പം മേളിലോട്ട് പോകും, റിട്രേസ് ആവും, തിരിച്ച് മേളിലോട്ട് പോകും, എന്നിട്ട് അവിടുന്ന് റിവേഴ്സ് ആവും. സോ ഈ ഒരു റിവേഴ്സലിന്റെ എക്സാക്ട് ടൈം, ഈ ഒരു റിവേഴ്സലിന്റെ എക്സാക്ട് ഇങ്ങനത്തെ ടൈമിങ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിങ്സിനെ ടൈം ചെയ്യുന്നതിനെ കുറിച്ചാണ്, നമ്മൾ എക്സാക്ട് ടൈംസിനെ കുറിച്ചാണ്. നമ്മളെ കൂടിപ്പോയാൽ നമ്മുടെ ഒരു ടൈം വിൻഡോ വരുന്നത് 20 മിനിറ്റ്സ് ആണ്. 20 മിനിറ്റ്സിന് മുകളിൽ നമ്മൾ ടൈം വിൻഡോസ് പോകത്തില്ല. ഓക്കെ, ഇങ്ങനത്തെ ടൈമിങ്സിനാണ് നമ്മൾ പറയുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് ടൈമിങ്സ് ഉണ്ട്, അതേപോലെ ടാപ്ഡ് എന്നൊക്കെ പറയുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ്സിനെ പറ്റിയാണ് ഞാൻ ടൈം ബേസ്ഡ് ട്രേഡിംഗ് ആണ് കേരളത്തിൽ ആരും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് കിൽ സോൺസിനെ പറ്റിയോ എന്താ പറയുക, നമ്മുടെ സെഷൻസിനെ പറ്റിയോ, ലൈക്ക് ഒരു സെഷൻ 4 മണിക്കൂർ പുറത്തുണ്ട്, കിൽ സോൺസ് അതിന് മുകളിലും ഉണ്ട്. സോ സെഷൻസിനെ കിൽ സോൺസിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ എക്സാക്ട് സ്പെസിഫിക് ടൈം വിൻഡോസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ്. നമുക്ക് ഒരുപാട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏത് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഞാനപ്പം എൻ്റെ മാർക്കറ്റ് മേക്കർ സീരീസിലും നമ്മുടെ ബിഗിനർ മെന്റർഷിപ്പിലും എല്ലാത്തിലും പറയുന്നത് രണ്ട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ചൂസ് ചെയ്താൽ മതി. ലിക്വിഡിറ്റിയും ഇംബാലൻസസും. ഈ ലിക്വിഡിറ്റീസിന്റെ ഇംബാലൻസിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ബിഗിനർ സീരീസിൽ വരുന്നുണ്ട്. ഞാനതൊരു റഫ് മോഡലായിട്ട് വീഡിയോ 3-ൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. സോ ലിക്വിഡിറ്റീസും ഇംബാലൻസസും ആണ് നമുക്ക് ആസ് ഓഫ് നൗ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഇനിയും അഡ്വാൻസ്ഡ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അതിന് ഞാൻ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ റിലീസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഏത് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചാൽ ലിക്വിഡിറ്റിയും ഇംബാലൻസും. ലിക്വിഡിറ്റി എന്താണെന്ന് വെച്ചാൽ റൺ ചെയ്ത് പോകുവാണെങ്കിൽ സെഷൻസിന്റെ ഹൈസ് അല്ലെങ്കിൽ ലോസ്, അല്ലെങ്കിൽ പ്രീവിയസ് ഡേയ്സിന്റെ ഹൈസ് അല്ലെങ്കിൽ ലോസ്, അല്ലെങ്കിൽ പ്രീവിയസ് വീക്സിന്റെ ഹൈസ് അല്ലെങ്കിൽ ലോസ്, അതേപോലെ കുറച്ച് ഇതൊക്കെ നമുക്ക് ലിക്വിഡിറ്റീസ് കൺസിഡർ ചെയ്യാം. അതേപോലെ നമുക്ക് ഈ ലിക്വിഡിറ്റീസ് എടുക്കാനായിട്ടുള്ള ഫാസ്റ്റ് പ്രൈസ് മൂവ്മെന്റിൽ ഉണ്ടാവുന്ന ആ ഒരു ഗ്യാപ്സിനെ ഇംബാലൻസസ് എന്ന് വിളിക്കാം. പിന്നെ നമുക്ക് വന്നിരുന്ന ഒരു കമന്റ് ആയിരുന്നു പേപ്പർ ട്രേഡിംഗ് ആണോ എന്ന്. നമ്മൾ പേപ്പർ ട്രേഡിംഗ് അല്ല, നമ്മൾ ട്രാഡോവേറ്റിൽ CGQ ഡാറ്റ വെച്ചിട്ടാണ് ട്രേഡിംഗ് വ്യൂവിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡയറക്റ്റ് ട്രേഡിംഗ് വ്യൂവിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വന്നത് നമുക്ക് സിമ്പിളായിട്ട് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് ചെയ്യാമോ ഫോർ ബിഗിനേഴ്സ് എന്ന് തന്നെ ചോദിച്ചു. ബിഗിനേഴ്സിന് വേണ്ടി പഠിക്കാനായിട്ടുള്ളൊരു കണ്ടന്റ് ആണ് നമ്മുടെ മെന്റർഷിപ്പ് 2026. സോ മെന്റർഷിപ്പ് 2026-ൽ
ഈ ബേസിക് വീഡിയോസ് ലൈക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ തിരിച്ചു പോയി ഈ ഒരു വീഡിയോ ചൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മുടെ മാർക്കറ്റ് റിവ്യൂ ആണ്. അപ്പോൾ മാർക്കറ്റ് റിവ്യൂസ് ഞാൻ ഇങ്ങനെ ചെയ്തു പോകുന്നത് നമുക്ക് നിങ്ങൾക്ക് ഓൺ ദ വേ നിങ്ങൾ ഈ ഓരോ എക്സ്പ്ലനേഷൻ വീഡിയോസും പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഈ ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആ ഒരു മാർക്കറ്റ് റിവ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മാർക്കറ്റ് റിവ്യൂസിന് നമ്മൾ ഡെയിലി ചെയ്യുന്നത്. സോ നമ്മുടെ മാർക്കറ്റ് റിവ്യൂസ് നിങ്ങൾക്ക് മനസ്സിലായാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേലിസ്റ്റ് മെന്റർഷിപ്പ് 2026. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ലെഗസി കണ്ടന്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് നാളായിട്ട് എന്താ പറയുക മാർക്കറ്റിൽ ഉള്ളവരാണെങ്കിൽ ലൈക്ക് ഇങ്ങനെ ബിഗിനേഴ്സ് ആണ്, കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ അറിയാമെങ്കിൽ അവർക്ക് മാർക്കറ്റ് മേക്കർ സീരീസ് കണ്ടിട്ട് ഡയറക്റ്റ് ലെഗസി കണ്ടന്റ്സിലോട്ടോ അല്ലെങ്കിൽ എൻ്റെ ഡെയിലി റിവ്യൂസോ വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കപ്പം നമ്മളെ കമന്റ് സെക്ഷൻ റാപ്പ് അപ്പ് ചെയ്യാൻ ടൈമായി. നമുക്കപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് കമന്റ് ആണ് ട്രെൻഡ് ലൈൻ ട്രേഡിങ്ങിനെ കുറിച്ചുള്ളത്. അപ്പോൾ ട്രെൻഡ് ലൈൻ ട്രേഡിങ്ങോ നമ്മൾ ഒരു പാറ്റേൺ ട്രേഡിങ്ങോ നമ്മൾ ചെയ്തില്ല. നമ്മൾ പ്യുവർ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ പ്യുവർ ആയിട്ടുള്ള മാർക്കറ്റ് എക്സാക്ട്ലി ഓരോ ക്യാൻഡിലും എങ്ങനെ മൂവ് ചെയ്യുന്നുള്ള പ്യുവർ എഞ്ചിനീയറിംഗ് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ലൈക്ക് ട്രെൻഡ് ലൈൻസും അതേപോലെ എന്താ പറയുക സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ബെയർ ഫ്ലാഗ്, ബുൾ ഫ്ലാഗ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ട്രെൻഡ് ലൈനും ബെയർ ഫ്ലാഗും ബുൾ ഫ്ലാഗും കോൺസെപ്റ്റ്സ് ഒക്കെ വേണേൽ പഠിക്കാം, പക്ഷേ നിങ്ങൾ അതിനകത്ത് ഇപ്പോൾ ബൈ എന്നാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാം. കാരണം നമ്മുടെ ഫുൾ ഫ്രെയിം വർക്കും റീറ്റെയിൽ നോളജിനെതിരായിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയാണ് ലൈക്ക് നോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും അല്ല, കറൻസിയുടെ ഓണേഴ്സും അതേപോലെ ബോണ്ടിന്റെ ഓണേഴ്സും അതേപോലെ നമ്മുടെ ഇൻഡെക്സിന്റെ ഓണേഴ്സും ആയിട്ടുള്ള കൺട്രീസും സെൻട്രൽ ബാങ്ക്സും ഒക്കെ ട്രേഡ് ചെയ്യുന്ന രീതിയാണിത്. സോ നമ്മൾ ട്രെൻഡ് ലൈൻസ് വരച്ചല്ല ട്രേഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് വരുന്നത് എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് കോഴ്സ് ഒന്നുമില്ല, നമ്മൾ ഫുൾ യൂട്യൂബിൽ തന്നെയാണ് ചെയ്യുന്നത്. ഫുൾ ടോട്ടലി ഫ്രീ ആണ്. സോ നമ്മുടെ 2026 മെന്റർഷിപ്പ് ഈ ഒരു ഇയർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ഈ ഒരു ഇയർ എൻഡ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ചിലർ 3 മാസത്തിൽ ക്യാച്ചപ്പ് ചെയ്യുന്നവരുണ്ട്, ചിലർ 6 മാസത്തിൽ ക്യാച്ചപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ഓരോരുത്തർക്കും ഓരോ കാലിബർ ആണല്ലോ. അപ്പം ഇനി ലൈക്ക് ഇതേപോലത്തെ യൂട്ടിലിറ്റി വീഡിയോസ് ഇപ്പം നിങ്ങൾക്ക് ഒരു ബ്രോക്കർ ബേസ്ഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫണ്ടഡ് അക്കൗണ്ട് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഫണ്ടഡ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രോക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം ഇതിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഏത് സ്റ്റോക്കിൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡെക്സ് ഫ്യൂച്ചറിലാണോ ട്രൈ ചെയ്യാൻ താല്പര്യം. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഗോൾഡ് എങ്ങനെ ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം എന്തൊരു ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിലും എന്തൊരു ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ജർമ്മൻ മാർക്കറ്റിന്റെ ഇൻഡെക്സ് വേണം, അല്ലെങ്കിൽ UK മാർക്കറ്റിന്റെ ഇൻഡെക്സ് വേണം, JPY പെയർ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ഏതൊരു കാറ്റഗറി കൈൻഡ് ഓഫ് ട്രേഡേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് ഏതൊരു ദിവസം എന്തുകൊണ്ടാണ് പ്രൈസിങ്ങിന് മൂവ് ആയെന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട്, നമ്മൾ അതെല്ലാം വെച്ച് അഡ്രസ്സ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.